ലാലേട്ടന് മോഹൻലാലിന് എന്തിന് ലഫ്റ്റനന്റ് കേണൽ ആ ഒരു പദവി കൊടുത്തു എന്നുള്ള രീതിയിൽ ഇതെന്തോ ഔദാര്യം കൊടുത്ത പോലെയാണ് ആ ലാംഗ്വേജ്. അത് തെറ്റ്. ലാലിന് കൊടുത്തു എന്ന് പറയുന്നത് ലാംഗ്വേജിന് തെറ്റ്. അതുപോലെ തന്നെ സെലക്ഷനായിട്ട് പോകുന്ന പിള്ളേർ 40% കൂടിയിട്ടുണ്ട്. ഇത് എത്ര പേർക്ക് അറിയാം? മോഹൻലാൽ എന്ത് ചെയ്തു, എന്തിനു ചോദിച്ചു? ചില പട്ടാളക്കാരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കണം, ഇപ്പം തമിഴ്ന്ന് ആരെങ്കിലും വേണമെന്നാണ്. അപ്പോൾ സൂര്യപ്പുള്ള ആൾക്കാരെന്നുള്ള ഇത് ലാലാണ് യെസ് ഐ എം റെഡി എന്നുള്ളത് പറഞ്ഞതിന് ശേഷമാണ് ലാലേട്ടൻ എന്നുള്ളൊരു വ്യക്തി ഏതൊരു 5 വയസ്സുകാരുടെയും 4 വയസ്സുകാരുടെയും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് 80 വയസ്സുകാരുടെയും അമ്മമ്മടിയും ഹാർട്ട് ത്രോബാണ്. എനിക്ക് ലാലുമാമ കാണണം, ലാലുമാമ കാണണം. കാര്യം 3 വയസ്സ്. അതേ സമയത്ത് ഒരു അമ്മൂമ്മ അതിൻ്റെ അടുത്ത് പല്ലുപോലുമില്ല, ലാലേട്ടനെ ഒന്ന് ലാലേട്ടൻ കർമ്മയോദ്ധയ്ക്ക് ഒരുത്തൻ ഞാൻ കഥ കട്ടുമെന്നും പറഞ്ഞിട്ട് ഒരുത്തൻ ചെയ്തു കൊടുത്തിട്ട് അതിൻ്റെ വിധിയായി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിത്രം ചോദിക്കാൻ മറന്നുപോയത്. അപ്പം ഞാനാണ് കീഴ്ചക്ര കഥ എഴുതിയത്. ശരിയാണ്. അയാളുടെ പേര് കേണൽ നായർ എന്നാണ്, KG നായർ. കേൾക്കട്ടെ, അതിനാണ് ഞാൻ ഈ പേരെടുത്ത് പറയുന്നത്. ഇല്ലെങ്കിൽ അവരെന്താ എല്ലാവർക്കും കൊടുക്കാത്ത, എൻ്റെ അമിതാഭ് ബച്ചന് കൊടുക്കാൻ. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് കുരുപൊട്ടിയിട്ടൊന്നും കാര്യമില്ല. സോറി, ലാൽ ക്യാമഫ്ലൈസ് ഡ്രസ് ഇട്ടാണ് നിൽക്കുന്നത്. ക്യാമഫ്ലൈസ് ഡ്രസ്സിൽ താടി ഉണ്ടെങ്കിലും ചെയ്യാം. ഞാനായിട്ട് പോയ സമയത്ത് ലാൽ യൂണിഫോം, ഞാൻ യൂണിഫോം ഇട്ടു, അതിൻ്റെ പേരിൽ കുറയണം. ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പട്ടാളം അവിടെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവരുടെ കൂടെ യൂണിഫോം ഇട്ടുകൊണ്ട് പോയിട്ട് വർക്ക് ചെയ്യാം എന്നുള്ളത് ആ ക്ലാസ്സിലുണ്ട്. ഇതറിയാത്ത ഈ അല്പന്മാരാണ് ഇതൊക്കെ പറയുന്നത്. മീശമാധവനില് പട്ടാളം പുരുഷു എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അത് ഭയങ്കര നമുക്ക് കോമഡി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യുന്നത് സാറിന് ഞാൻ 2 ഓപ്ഷൻസ് തരാം. ഒന്ന് ദേശസ്നേഹം, ഒന്ന് സത്യസന്ധത. ഇതിനകത്ത് ഏത് തിരഞ്ഞെടുക്കും? ഇത് രണ്ടും കമ്പൈൻഡാണ്. സത്യസന്ധത കനോട്ട് ബി സ്റ്റാൻഡിങ് എലോൺ. സത്യസന്ധത എല്ലായിടത്തും ഉണ്ടായിരിക്കണം. ദേശസ്നേഹം എന്നുള്ളത് അത് ഇറ്റ് ഈസ് ഇൻ യുവർ ബ്ലഡ്. അത് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഇപ്പം ഞാനിപ്പോൾ സത്യസന്ധമായിട്ടെന്നുള്ള അത് രണ്ടുള്ള കോമ്പിനേഷനാണ്. ഇന്ന് കാലത്തൊരു ഓട്ടോറിക്ഷക്കാരൻ എൻ്റെ വണ്ടി എടുക്കുന്ന സമയത്ത് ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളൊരു വണ്ടി ഓടിച്ചിട്ട് നിങ്ങളുടെ എന്തെങ്കിലും കാര്യത്തിന് വണ്ടി നിർത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഇപ്പം പോയിട്ട് ഇപ്പം നിങ്ങൾ വാങ്ങിച്ചിട്ട് വരാം, ആ നല്ല റോട്ടിലങ്ങ് നിർത്തി. പക്ഷെ ആ ഇപ്പം പോയിട്ട് വാങ്ങിച്ചു വരുന്ന 30 സെക്കൻഡിനകത്തായിരിക്കും 22ാമത്തെ സെക്കൻഡിലായിരിക്കും ഒരു ആംബുലൻസ് വരുന്നത്. നിന്നെ അവിടുന്ന് വിളിച്ച് നിങ്ങൾ മാറ്റുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് പോയി. ഹോസ്പിറ്റലിൽ ഒരു 10 സെക്കൻഡ് മുമ്പ് വന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ പോകുന്നൊരു കാര്യമാണ് നിങ്ങളോട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വണ്ടി എടുത്തുന്നുണ്ടെങ്കിൽ ഒന്ന് സൈഡിലേക്കാക്കി ആർക്കും ബുദ്ധിമുട്ടില്ലാതെ നിർത്തിക്കോ. നീ എന്തിനാ ഈ പറയുന്നത് ഞാനിപ്പോൾ പോയിട്ടുണ്ട് വരുമെന്നുള്ളത്, ഇപ്പോൾ ആൾ വരുന്നുണ്ടെന്നുള്ളത്? അങ്ങനെ ഒന്ന് കാലത്ത് ഞാൻ ആ ഓട്ടോക്കാരനടുത്ത് ഞാൻ പറഞ്ഞു, മോനെ നീ ഇങ്ങനെ നിർത്തി എനിക്ക് കാണാൻ പറ്റില്ല ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ. ഒരു 10 അടിക്ക് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ലെഫ്റ്റ് എന്നുള്ള റോഡ് കാണാം. ഇതാണ് പറഞ്ഞ് അവിടെ എന്താണ് നിങ്ങളുടെ അതൊരു ദേശസ്നേഹമാണ്. നീ മറ്റുള്ളവനെ ശല്യം ചെയ്യാതിരിക്കുക, മറ്റുള്ളവന് വിഷമം വരുത്തുന്ന ഒന്നും നിങ്ങൾ ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ രാജ്യത്തുള്ളൊരു വ്യക്തിനെ നിങ്ങൾ വേദനിപ്പിക്കുകയാണ്, നിങ്ങൾ അവർക്ക് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അതും ദേശസ്നേഹത്തിൻ്റെ പാട്ടാണ്. അല്ലാതെ ദേശസ്നേഹം എന്ന് പറയുന്നത് വെറും ബോർഡറിൽ പോയി നിന്നിട്ട് നെഞ്ചും പിരിച്ച് നിന്നിട്ട് പാടാന്ന് പറയുന്നതല്ല. സത്യസന്ധത എന്ന് പറയുന്നത് വാട്ട് എവർ യു ഡു, അതിനകത്ത് യു ഗോട്ട് ടു ഹാവ് ദറ്റ് കൺവിക്ഷൻ എന്ന് പറഞ്ഞിട്ട് രാജ്യസ്നേഹത്തിൻ്റെ സമയത്ത് ചിലപ്പോൾ സത്യസന്ധത എനിക്ക് ബോട്ടിൽ നിൽക്കുമ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ലായിരിക്കും. ഞാനവനെ ചിലപ്പോൾ ചതിക്കുമായിരിക്കും. കാരണം ഞാൻ ചിലപ്പോൾ അവൻ്റെ പിന്നിൽ കൂടെ പോയിട്ട് അടിക്കേണ്ടി വരുമായിരിക്കും. അത് നിങ്ങൾ നോക്കുമ്പോൾ ചീറ്റിംഗ് ആണ്. യുദ്ധത്തിലൊരു ചീറ്റിംഗ് ഇല്ല. എവറിത്തിങ് ഈസ് ഫെയർ ആൻഡ് വാർ ആൻഡ് ലവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് സത്യസന്ധത എന്നുള്ളത് അത് യു ഷുഡ് ഹാവ് ഇറ്റ്. യു ഷുഡ് ബി ഹാവിങ് ദാറ്റ് ഫീലിംഗ് ദാറ്റ് ഞാൻ ഒരാളെ വഞ്ചിക്കാനോ അല്ലെങ്കിൽ മറ്റവൻ്റെ സാധനങ്ങൾ കയറി കൈകടത്താനോ പാടില്ല. അതുകൊണ്ടാണ് കട്ട് കഴിഞ്ഞാൽ നമ്മളെ പിടിക്കുന്നതും പോലീസും ഇതെല്ലാം ലീഗലി നോട്ട് അലൗഡ്. അപ്പം ഇത് രണ്ടും കൂടെ ചോദിച്ചാൽ ആ ചോദ്യത്തിനുള്ളത് എനിക്ക് എങ്ങനെ ഉത്തരം പറയണമെന്നുള്ളതല്ല. ഇത് രണ്ടും എൻ്റെ അടുത്തുണ്ട്. അത് നമുക്ക് കുട്ടിക്കാലം ഇത് കമ്പൈൻഡ് ആയേ പറ്റുമോ? അത് ഇപ്പോൾ നമ്മൾ പല സിനിമകളിലും സൈനികരെ ചിത്രീകരിക്കപ്പെടുന്നത്, ഞാൻ സാറിന്റെ സിനിമകളല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, അല്ലാതെ അത് മുമ്പത്തേന്നല്ല,
ചില സിനിമകളിൽ സൈനികരെ നമ്മൾ ചിത്രീകരിക്കപ്പെടുന്നത് വളരെ മോശമായിട്ടാണ് എന്നുള്ളത് ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ മീശമാധവനിലെ പട്ടാളം പുരുഷു എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അത് ഭയങ്കര നമ്മൾക്ക് കോമഡി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഇത്. അത് നമ്മുടെ എഴുത്തുകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെയാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആ ഒരു കഥ കൊണ്ടുവരാം എന്നുണ്ടെങ്കിലും അതിനകത്ത് സാറിന് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യുന്നത് യെസ് ഇറ്റ്സ് ബാഡ്, ഡോണ്ട് ഡു ഇറ്റ് എന്നുള്ളത്. പക്ഷെ അന്നത് കോമഡി ആയിട്ട് എടുക്കാമായിരിക്കും. പക്ഷെ അതിന് ശേഷം ഈ കീർത്തിചക്ര എന്നുള്ളതിൻ്റെ വിജയം ഇതുപോലുള്ള സിനിമകളായിരുന്നു. കാരണം ഇതുപോലുള്ള സിനിമകൾ കണ്ട് പട്ടാളക്കാരെ ശീലിച്ച ജനങ്ങൾ പെട്ടെന്ന് കാണുന്നത് ഒരു മേജർ മഹാദേവൻ ഭാര്യ പോയിട്ടും സങ്കടങ്ങൾ കാണിക്കാതെ നടക്കുന്ന, കുട്ടിയടക്കം ബ്ലാസ്റ്റായി പോയിരിക്കുന്നു, അവൻ്റെ വേദനകൾ, അവൻ്റെ കൂടെയുള്ളവർ മരിച്ചു പോകുമ്പോൾ അവരുടെ വേദന, ജീവൻ മടിയിൽ കിടന്ന് മരിക്കുന്ന സമയത്തുണ്ടാകുന്ന, ഇതാണൊരു യഥാർത്ഥ പട്ടാളക്കാരൻ എന്നുള്ളത് കാണുന്ന സമയത്താണ് ജനം മനസ്സിലാക്കിയത് ഇവരെ കോമാളിയാക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് കീർത്തിചക്രം 155 ദിവസം ഓടിയത് തിയേറ്ററിൽ. നേരെ മറിച്ച് ഇങ്ങനെയുള്ള സിനിമകൾ ഇല്ലായിരുന്നെങ്കിൽ ആ പടത്തിന് ഇത്ര വലിയ ഹിറ്റാവാൻ പറ്റില്ല. വേറൊരു തലത്തിലേക്ക് നിങ്ങൾ യഥാർത്ഥ പട്ടാളക്കാരെ കാണുന്നത് കീർത്തിചക്രയിൽ കൂടെ. അതില്ലായിരുന്നെങ്കിൽ അതിന് മുമ്പേയും നോർമലായിട്ട് കാണിച്ചു ഈ പടം അത്ര വലിയ ഹിറ്റാവില്ല. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നണില്ല. അതിന് വേറൊരു സ്പേസ് ഉണ്ട്, സമ്മതിച്ചു. പക്ഷെ എങ്കിലും ലെറ്റ്സ് നോട്ട് ടേക്ക് ദ ക്രെഡിറ്റ് ഫുള്ളി. ഇതുപോലുള്ള ആളുകൾ നമുക്ക് ചെയ്തു വെച്ചപ്പോഴാണ്, ഇത് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഇതാണ് ആക്ച്വൽ പട്ടാളം നിങ്ങൾ. അപ്പം അതിന് ശേഷം പിന്നെ എവിടെയൊക്കെ ആരൊക്കെയോ 1-2 ആൾക്കാർ ശ്രമിച്ചു പട്ടാളത്തിൽ കോമഡി കൊണ്ടുവരാനും കോമാളിത്തരം കാണിക്കാനും. അത് ഏറ്റില്ലല്ലോ. ഫസ്റ്റ് ഡേ തന്നെ ഫസ്റ്റ് ഷോയിൽ ഔട്ടായിട്ടുള്ളതാണ് ആ 2-3 പടങ്ങൾ. അതിനുശേഷം പിന്നെ ആരും പട്ടാളപ്പടമായിട്ട് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല. സമാധാനമുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മരിച്ചു ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിന് മുമ്പേ ഇപ്പം ആദിത്യധറിന് എൻ്റെ പട്ടാളത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. പക്ഷേ ഹി ഡസ് സ്റ്റഡി, ഹി ഡസ് ഒബ്സർവ്. പിന്നെ ധരൻ എന്താണെന്ന് വെച്ചാൽ ധരൻ്റെ കാശ്മീരിൻ്റെ ഇഷ്യൂള്ള കഥകളാണ് അദ്ദേഹം എടുക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഫാമിലി ആ പണ്ഡിറ്റ് ഇഷ്യൂവിൽ സഹിച്ചിട്ടുള്ള ഫാമിലീസാണ്. അപ്പം അതുകൊണ്ട് ആദിത്യക്ക് അറിയാം എന്താണ് അവിടെ നടന്നത്. അപ്പം അതിന് അന്ന് കണ്ട പട്ടാളക്കാരൊക്കെയാണ് ഉറി കൂടി ഇതെല്ലാം കൂടെ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു എക്സ്പീരിയൻസ് വരുന്ന സമയത്ത് നമ്മൾ പട്ടാളക്കാരെ കൃത്യമായിട്ട് കാണിക്കും. ഈ കോമാളി പണ്ടൊക്കെ ശങ്കരാടി ചേട്ടനായിരുന്നു, മീശയ്ക്ക് പിരിച്ചൊരു വൈറ്റ് ടീഷർട്ടും നിക്കറൂട്ട് ഒരു പട്ടീനെയും പിടിച്ചുകൊണ്ടാണ് നടന്നിരുന്ന ശങ്കരാടി ചേട്ടൻ പട്ടാളക്കാരൻ. ഒരു പൈപ്പ് ജനാർദ്ദൻ ചേട്ടൻ, അതൊക്കെ പൈപ്പ് വലിക്കുന്ന പട്ടാളം. ഞാനൊക്കെ വലിച്ചിട്ടുണ്ടായിരുന്നു പൈപ്പൊക്കെ, അതൊരു സ്റ്റൈലിന് രസത്തിന്. പക്ഷെ അതൊന്നും റെഗുലർ സംഭവമല്ല. പിന്നെ എല്ലാ പട്ടാളക്കാരും പട്ടീനെയും കൊണ്ട് നടക്കില്ല. വാക്കിന് പോവുകയാണെങ്കിൽ ഈ വൈറ്റ് തന്നെ വേണമെന്നില്ല. അതെല്ലാം ഒരു സ്റ്റീരിയോ ടൈപ്പ് സംഭവമാണ്. അതിനൊക്കെ ഒരു മാറ്റം വന്നത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒതന്റിക് സിനിമകളിൽ കൂടെയാണ്. എന്താണ് പട്ടാളക്കാരൻ എന്ന് പറയുന്ന കുറേ കാര്യം. ഇപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ പെർമിഷനോടുകൂടി തന്നെ ചോദിക്കുകയാണ്. ചിലപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചോദിക്കുന്നത്. ലാലേട്ടന്, മോഹൻലാലിന് എന്തിന് ലെഫ്റ്റനന്റ് കേണൽ ആ ഒരു പദവി കൊടുത്തു എന്നുള്ള രീതിയിൽ ഇപ്പോഴും കുറേ പേർക്ക് അതിൻ്റെ ഒരു ഡീപ്പായിട്ട് അതിനവർക്ക് അറിയുണ്ടാവില്ല. സാറിന് അവർ പറഞ്ഞ് മനസ്സിലാക്കാനല്ല, പ്രൂവ് ചെയ്യാനും അല്ല, സാറിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു മറുപടി. ലാലിന് കൊടുത്തു എന്ന് പറയുന്നത് ലാംഗ്വേജിന് തെറ്റാണ്. ഇതെന്തോ ഔദാര്യം കൊടുത്ത പോലെയാണ് ആ ലാംഗ്വേജ്. ഒരു ചോദിക്കുന്നത് ശരിയാണ്, ചിത്ര ആ ലാംഗ്വേജാണത് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് തെറ്റ്. കാരണം ഈ 2-3 പടങ്ങൾ കഴിഞ്ഞിട്ട് തന്നെ എല്ലാം ഞാൻ ആർമി ക്ലിയറൻസിന് വേണ്ടിയിട്ട് അവിടെ കൊണ്ട് കാണിക്കും. അങ്ങനെ അവിടുത്തെ മലയാളി ഓഫീസേഴ്സും ജനറൽസും ഇതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ലാലിൻ്റെ അടുത്ത് വൈ നോട്ട് ലാൽ ബി ആൻ അംബാസിഡർ. ഇപ്പോഴും എൻ്റെ അടുത്ത് റിക്വസ്റ്റ് കിടപ്പുണ്ട് ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഏതെങ്കിലും ഒരു നല്ലൊരു ആർട്ടിസ്റ്റിനെ അംബാസിഡർ ആക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നത്. അതിപ്പം അവർ നോക്കുന്നത് ഇപ്പം തമിഴിൽ നിന്ന് ആരെങ്കിലും വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ സൂര്യപ്പുള്ള ആൾക്കാരെന്നുള്ള. അപ്പം അന്ന് ഇതുപോലെ വന്നപ്പോൾ ലാലിൻ്റെ അടുത്ത് ചോദിച്ചു, ലാലാണ് യെസ് ഐ എം റെഡി എന്നുള്ളത് പറഞ്ഞതിന് ശേഷമാണ് ബാക്കി പേപ്പറുകളൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഒരു മൊറാൽ ബൂസ്റ്റിംഗ് ഫാക്ടറുണ്ട്. ലാലേട്ടൻ എന്നുള്ളൊരു വ്യക്തി ഏതൊരു 5 വയസ്സുകാരുടെയും 4 വയസ്സുകാരുടെയും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് 80 വയസ്സുകാരി അമ്മൂമ്മയുടെയും ഹാർട്ട് ത്രോബാണ്. അത് ഒരു സംശയമില്ല. അത് ഒരു ജന്മത്തിൽ നമുക്ക് കിട്ടുന്ന ചില റെയർ വ്യക്തിത്വങ്ങളാണ് ഈ ലാൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു 3 വയസ്സുകാരി ഒരു കുട്ടി, എനിക്കൊക്കെ ചിലപ്പോൾ വോയിസ് വരും, എന്താണ് അച്ഛൻ എടുത്തിട്ടേക്ക് എനിക്ക് ലാലുമാമയെ കാണണം, ലാലുമാമയെ കാണണം, കരയുന്നു. 3 വയസ്സ്.
അതേ സമയത്ത് ഒരു അമ്മൂമ്മ എൻ്റെ അടുത്ത് പല്ല് പോലും ഇല്ല, ലാലേട്ടനെ ഒന്ന് ലാലേട്ടൻ, അവിടെയും ലാലേട്ടനാണ്. സോ ആ ഒരു വ്യക്തി അങ്ങനെയാണ്. അപ്പം ആ ഒരു വ്യക്തി യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ, യൂണിഫോം ഇട്ടിട്ട് അതിൽ നിങ്ങൾക്കറിയില്ല. AK ആന്റണി സാറ് മറ്റേ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ആണ് ലാലിനിത് കിട്ടുന്നത്. കിട്ടിയതിന് ശേഷം പിന്നീട് ഞാൻ അക്കാഡമി നടത്തുന്നുണ്ട്, ഈ ജോയിനിങ് മിലിറ്ററി എന്നുള്ളത്. ഞങ്ങളുടെ ഇതിലേക്കുള്ള ഇൻടേക്കുകളെല്ലാം കൂടുതലും അതുപോലെ തന്നെ സെലക്ഷനായിട്ട് പോകുന്ന പിള്ളേർ 40% കൂടിയിട്ടുണ്ട്. ഇത് എത്ര പേർക്ക് അറിയാം? മോഹൻലാൽ എന്ത് ചെയ്തു, എന്തിനു ചോദിച്ചു. ചില പട്ടാളക്കാരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കണം, എന്തിനാണോ നീ അവനെ റെക്കമെൻഡ് അവനെ എന്നൊക്കെ പറയും. അതെന്ന് വെച്ചാൽ ഈ അപകർഷതാബോധമുള്ള പട്ടാളത്തിൽ ഒരു ജോലിയും ചെയ്യാതെ ടൈം സ്കെയിൽ പ്രൊമോഷൻ വാങ്ങിച്ച് വീട്ടിൽ വന്നിരുന്ന് കള്ളും കുടിച്ച് ചാവാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് പട്ടാളക്കാരുണ്ട്. ഞാൻ എല്ലായിടത്തും കൃത്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ഈ കുറച്ചെന്ന് പറയുന്ന ഈ ഒരു 1% ഞാൻ അറിയുന്നവരുണ്ട്, ഞാൻ ഇവരുടെയൊക്കെ കേട്ടിട്ടുണ്ട്. ചില ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ മറ്റയാളെ അംഗീകരിക്കാൻ പറ്റില്ല. ഈ അംഗീകരിക്കാൻ പറ്റാത്തവർ ആരാണെന്നറിയോ? ഞാനൊന്നും ചെയ്തിട്ടില്ല പട്ടാളത്തിൽ, യൂണിഫോം ഇട്ട് നടന്നു, പ്രൊമോഷൻ കിട്ടിയില്ല, എന്നിട്ട് അവസാനം ടൈം സ്കെയിൽ ആകുമ്പോഴത്തേക്കും ഒരു ലെഫ്റ്റനൻ്റിൽ വെക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് റിട്ടയർ ആയിട്ട് വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഈ പുള്ളോടിക്കുന്ന പാർട്ടീസുണ്ട്. ഓക്കെ, യുവന്മാരിപ്പോൾ എനിക്ക് അഗൻസ്റ്റും പലപ്പോഴും പലതും എഴുതാറുണ്ട്. ഞാൻ ഐ ഡോണ്ട് ബോദർ, ബിക്കോസ് നമ്മൾ റിട്ടയർ ആയിരിക്കും. ഞാൻ 39ാമത്തെ വയസ്സിൽ ഞാൻ വോളണ്ടിയർ ആയിട്ട് റിട്ടയർ ആയിട്ടുള്ള ആളാണ്. കാരണം എനിക്കറിയാൻ എൻ്റെ കപ്പാസിറ്റി എന്താണെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ സിനിമയിൽ വരുന്നത്. ഇവിടെ ചില പട്ടാളക്കാരെന്താണ്, ഒരു കഴിവില്ല, എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാതിരിക്കുന്നത്? കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം കാണും. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് ഇനി എത്ര വലിയ അവാർഡ് കിട്ടിക്കഴിഞ്ഞാലും ചിലപ്പോൾ അയാൾക്ക് പ്രൊമോഷൻ കിട്ടില്ല. കാരണം എന്താണ്, അയാൾ ഭയങ്കര പ്രശ്നമാണ്. ഈ അവാർഡ് എങ്ങനെയോ കിട്ടി, പക്ഷേ ACR എഴുതുന്ന സമയത്ത് അവർ എഴുതിയിട്ട് പ്രൊമോഷൻ ഫിറ്റ് അല്ലാന്ന് എഴുതും. അങ്ങനെയാണ് പ്രൊമോഷൻ ഇല്ലാതെ വെറും ഹവൽദാർന്ന് സുബേദാറുമായിട്ട് ഇങ്ങോട്ട് പോരും. അത് എത്ര വലിയ അവാർഡാണെങ്കിലും ശരി. നേരെ വെച്ച് അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഓണററി ക്യാപ്റ്റൻ, ഇങ്ങനെ ഇതെന്തവർക്കൊന്നും കിട്ടാത്തത് അത് ഈ റിപ്പോർട്ടുകളെ കൊണ്ടാണ്. അപ്പോൾ ഈ പട്ടാളക്കാരൻ്റെ ഈ അപകർഷതാബോധം ഇവൻ പുറത്ത് വന്നിരുന്നിട്ട് കാണിക്കുന്നതാണ്. അപ്പം അവന് പലരെയും കുറ്റം പറയാം. അവൻ മോഹൻലാലിനെയും കുറ്റം പറയും. നീ എന്തിനാടാ അതൊക്കെ ഈ എടാ പോടാ നീയേ എന്നൊക്കെ പറയുന്നത്. ഇപ്പം എൻ്റെ ബാച്ച്മേറ്റാണ് ഇന്നത്തെ ആർമി ചീഫ് ജനറൽ ദ്വിവേദി, എൻ്റെ ഒറിജിനൽ കോഴ്സ്. ഞാൻ അദ്ദേഹത്തേക്ക് 6 months കഴിഞ്ഞിട്ടാണ് പാസ് ഔട്ട് ആയത്. അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഞാനും മോഹൻലാലും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പോയിട്ട് 40 കൊല്ലത്തിന് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. ചീഫും വന്നിട്ട് ഞാൻ പറഞ്ഞു, ഐ വാസ് ഇൻ ജോജിലാൻഡ്, യു ആർ ഇൻ മെക്തില എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മുമ്പ് ഓരോ യാതൊന്ന് വന്ന് കെട്ടിപ്പിടിച്ചു. ബട്ട് ഐ വിൽ നോട്ട് കോൾ ഹിം ബൈ നെയിം. കാരണം അദ്ദേഹം ഇന്ന് ആർമി ചീഫാണ്. ഞാൻ പറഞ്ഞു, സർ ക്യാ യാർ തൂ സർ സർ ബുലാ രहा है. ഞാൻ പറഞ്ഞു, നെയ് സർ ആപ് തോ ആർമി അച്ചി ട്രൈ ടു റെസ്പെക്ട് ദ റാങ്ക് ആൻഡ് ദ സിംഗ്. എന്നാൽ എൻ്റെ എത്രയോ ജൂനിയേഴ്സാണ് ഈ ആർമി കമാൻഡേഴ്സ് മുഴുവൻ. അവരൊക്കെ നമ്പറാണ്. ഞാൻ വിളിക്കുന്ന സമയത്ത് ഞാൻ ഇവരെ സർ എന്ന് പറഞ്ഞിട്ടേ വിളിക്കുള്ളൂ. അവരെന്നെ ഇങ്ങോട്ടും സാർ എന്ന് വിളിക്കും. നേരെ വിളിച്ച് ഞാൻ സാർ എന്ന് വിളിച്ചില്ല, ഒരു ഈഗോ പ്രോബ്ലംകാരൻ, അവൻ പിന്നെ നമ്മളെ ഫോൺ എടുക്കില്ല. അപ്പോൾ ഇവിടെ ഇതുപോലെ കുറഞ്ഞുണ്ട്. ഇപ്പം നാളെ എൻ്റെ 30 ലക്ഷം രൂപ കർമ്മയോദ്ധയ്ക്ക് ഒരുത്തൻ ഞാൻ കഥ കട്ടു എന്നും പറഞ്ഞിട്ട് ഒരുത്തൻ കേസ് കൊടുത്തിട്ട് അതിൻ്റെ വിധിയായി എന്നും പറഞ്ഞു കേട്ടിട്ടില്ലേ? ചിത്രം ചോദിക്കാൻ മറന്നുപോയത്. അപ്പം കഥ കട്ടു എന്നും പറഞ്ഞിട്ട് കേസ് വന്നു. ഈ വിധി എന്ന് പറയുന്നത് ഒന്നാമത്തത് ഇതൊരു കമ്മീഷൻ്റെ വിധിയാണ്, കോർട്ട് ഓർഡർ അല്ലാതെ. രണ്ടാമത്തത് ഇത് ഈ പടം അവർ കണ്ടിട്ടില്ല. അപ്പം നിങ്ങളൊരു സ്ക്രിപ്റ്റും കൊണ്ട് പോവുക, ഈ പടം ഇതും കൂടെ മാച്ച് ചെയ്യണ്ടേ? അപ്പോഴേ സ്ക്രിപ്റ്റ് ഇല്ല. അങ്ങനെയാണ് 12 വർഷത്തിന് ശേഷം എന്തോ ഒരു വിധി വന്നു. അപ്പോൾ അതിൻ്റെ താഴത്ത് ചില കമൻ്റ് ഒരു പട്ടാളക്കാരൻ, എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു പട്ടാളക്കാരൻ, ഇയാൾ പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നു, ഞാനാണ് കീഴ്ചക്ര കഥ എഴുതിയത്. ശരിയാണ്. അയാളുടെ പേര് കേണൽ നായർ എന്നാണ്, KG നായർ എന്നാണ്. കേൾക്കട്ടെ, അതിനാണ് ഞാൻ ഈ പേരെടുത്ത് പറയുന്നത്. ഈ മനുഷ്യൻ കീഴ്ചക്ര കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് മിണ്ടില്ല, അതൊന്നുമില്ല. ഈ സമയത്ത് എന്താ വെച്ചാൽ കീഴ്ചക്ര കഴിയുമ്പോൾ എനിക്ക് മലയാളം എൻ്റെ ശരിയില്ല എന്നൊരു തോന്നൽ. ഇദ്ദേഹം നന്നായിട്ട് മലയാളം എഴുതും. ഈ കഥ എന്ന് പറയുന്നത് എൻ്റെ ഓപ്പറേഷണൽ കഥയാണ്. 7 പേരെ കൊന്നിട്ടുള്ള കഥ എൻ്റെയാണ്. അത് മോഹൻലാൽ ചെയ്ത് എനിക്കതിൽ അവാർഡ് കിട്ടിയിട്ടാണ്. അതെങ്ങനെ തൻ്റെ കഥയാണെന്ന് ഞാൻ തന്നെ വിളിച്ച് എഴുതാൻ ഒന്ന് മലയാളം ലാംഗ്വേജ് നന്നായിരിക്കും.
പക്ഷെ അവസാനം കഥ ചെയ്തപ്പോൾ എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അതിൽ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവം. ഇയാൾ എഴുതിയിരിക്കുന്നത് ഇത് എൻ്റെ കഥയാണ്. ഇന്ന് എവിടെയോ ഒരു പട്ടാള ഗ്രൂപ്പിൽ വന്ന് ആ ഗ്രൂപ്പുകാരെ എനിക്ക് അയച്ചിട്ടത്. അതിന് താഴത്ത് വേറൊരുത്തൻ ഇതേപോലെ ഒരു ടൈം സ്കെയിൽ പട്ടാളം എടുത്ത് കരുവേപ്പില പോലെ പുറത്തേക്ക് ഇട്ടുള്ള ഒരു സാധനത്തിന് അവൻ്റെ പേര് കിട്ടിയില്ല, എന്തൊരു കൃഷ്ണൻ തോന്നുന്നതാണെന്ന് തോന്നുന്നു. ഇവനെഴുതി ഇവനിപ്പം അടുത്ത് വേറൊന്നുണ്ട്, ഇവൻ മേജർ റിവീസ് അക്കാഡമി എന്ന് പറഞ്ഞൊന്ന് നടത്തുന്നത്. അത് അവൻ്റെ അല്ല, ശ്രീമതി ടീച്ചറുടെ അനിയൻ്റെയാണ്. ശ്രീമതി ടീച്ചർക്ക് അനിയനില്ല. ശ്രീമതി ടീച്ചർ മകനായിരുന്നു പണ്ട് ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലും അറിയാതെ അവിടുന്ന് മുഴുവനൊക്കെ ഹിയർസേ കേട്ടിട്ട് ഇങ്ങനെ നമുക്ക് അതെന്താണെന്നറിയാം, ഈ അസൂയ കൊണ്ടിട്ട് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാനിപ്പോൾ ഇപ്പോഴും ഇവന്മാരുടെയൊക്കെ ഭാര്യമാർ ഈ ചില ഇപ്പം പറഞ്ഞില്ല പേര് അങ്ങനെ പറയണ്ട, ചിലവന്മാരുണ്ട് എവിടെയും പട്ടാളത്തിൽ ഒന്നും ആവാൻ പറ്റാതെ റിട്ടയറായിട്ട് വന്ന വീട്ടിൽ നിന്നിട്ട് നിങ്ങൾ ഫോൺ ചെയ്യും, ഹലോ ഐ ആം കേണൽ മിസ്സിസ് സോൻസോ. അങ്ങനെയല്ല, ഐ ആം മിസ്സിസ് സോൻസോ, അല്ല കേണൽ അപ്പുറത്ത് വരുന്നില്ല. ഇങ്ങനെയുള്ള അല്പന്മാരെയും നിങ്ങൾക്ക് പട്ടാളത്തിൽ കാണും. ഇന്നിപ്പോൾ അതെല്ലാം തുറന്ന് പറയാൻ കാരണം ചിലപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഈ മോഹൻലാലിൻ്റെ കേസ് പറഞ്ഞപ്പോൾ തന്നെ ഇത് പലർക്കും ഈ കുരുപൊട്ടുന്നു, പട്ടാളക്കാർക്ക് അടക്കം. അവർക്കറിയില്ല, ആർമിക്കറിയാം. ആർമി മറ്റേ ഐ കാനഡി സാർ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഈ സ്റ്റാറ്റിസ്റ്റിക് വന്നിട്ടുണ്ടായിരുന്നു. 40% ഓഫ് ഇൻടേക്ക് ഫ്രം കേരള ഇസ് ഇൻക്രീസ്ഡ് എന്ന് പറഞ്ഞു. ഓക്കെ, അതെന്താണ്? മോഹൻലാൽ ലാലേട്ടൻ, ഞങ്ങളുടെ ലാലേട്ടൻ യൂണിഫോമിലാണ്. ആ വികാരം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിന് മോഹൻലാലിനെ സ്നേഹിക്കാനും മോഹൻലാൽ എന്താണെന്നുള്ളത് അറിയാനും അറിയുന്നത്. ഇപ്പം മമ്മൂക്കാനെ ഞാൻ പിടിച്ചാക്കി കഴിഞ്ഞാൽ മമ്മൂക്കാരുടെ കുറേ ഫാൻസ് ഉണ്ട്. എല്ലാം മമ്മൂക്ക കയറിക്കുന്നു, ഇപ്പം എനിക്കും കയറണം. ഞാൻ മമ്മൂക്കാരുടെ ചോദിച്ചു, നമുക്ക് കയറാം, നമുക്ക് ആ നോക്കാം എന്ന് പറഞ്ഞു. കാരണം ലാല് കയറിയല്ലോ, അപ്പോൾ അതിൻ്റെ പുള്ള്. അപ്പം നിങ്ങൾക്കിത് പറയാനൊക്കെ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ഇതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജും ഇല്ല. പിന്നെ മോഹൻലാൽ ഇത് കയറിയല്ലേ, മോഹൻലാലിൻ്റെ 5 പൈസയുടെ ഗുണമില്ല. ഈ കാശ്മീർ വിസിറ്റിന് പോകുന്ന മോഹൻലാലിന് ഞാനൊക്കെ പോകുന്നത്, ലാലാണ് ടിക്കറ്റ് എടുക്കുന്നത്. ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് അവിടെ പോയി അവിടെ താമസം മാത്രം പട്ടാളത്തിൻ്റെ ഗസ്റ്റ് ഹൗസുകളിലായിരിക്കും. ബാക്കിയെല്ലാം ഞങ്ങളല്ലേ. യൂണിഫോം ഞാൻ തെപ്പിക്കണം, ഷൂസ്, ബെൽറ്റ്, ഇതെല്ലാം ഞാൻ കാശ് കൊടുത്തിട്ട് വാങ്ങിപ്പിക്കണം. അതൊക്കെ ഞാനെന്ന് പറഞ്ഞാൽ മോഹൻലാൽ പട്ടാളത്തിൻ്റെ ഒരു കുപ്പി കള്ളു പോലും അദ്ദേഹത്തിന് അലോട്ടല്ല. പിന്നെ എന്താ അദ്ദേഹത്തിന് ഉള്ളത്? ഈ സമയങ്ങളിൽ പോകുന്ന സമയത്ത് ചില സമയങ്ങളിൽ ആ യൂണിഫോം ഇട്ടിട്ട് പോകാമെന്നുള്ളത് അത് വളരെ റെയറായിട്ട് എന്തുകൊണ്ട് ആർമി കൊടുത്തിരിക്കുന്നു? അതുകൊണ്ട് ഞങ്ങൾക്ക് ആർമിക്ക് ഗുണമുണ്ട്, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അവരെന്താ എല്ലാവർക്കും കൊടുക്കാത്ത? എന്തേ അമിതാഭ് ബച്ചന് കൊടുക്കാൻ? അപ്പം അത് കണ്ടിട്ട് നിങ്ങൾക്ക് കുരുപൊട്ടിയിട്ടൊന്നും കാര്യമില്ല. സോറി, ഈ കൊടുത്തു എന്നുള്ള ആ ഒരു വേർഡ് തന്നെ യൂസ് ചെയ്യില്ല. പെർമിഷൻ ചോദിച്ചിട്ടാണ്. ഇഫ് വി അലോട്ട് യു ദിസ് ലെഫ്റ്റനന്റ് റാങ്ക് വിൽ യു ബി ഏബിൾ ടു ജസ്റ്റിഫൈ ദ പൊസിഷൻ? ഇപ്പം പലയിടത്തും നിങ്ങൾ കണ്ടു കാണും. ഇപ്പം അന്ന് ആർമി ചീഫിൻ്റെ കൂടെ ലാൽ ക്യാമഫ്ലൈസ് ഡ്രസ്സ് ഇട്ടാണ് നിൽക്കുന്നത്. ക്യാമഫ്ലൈസ് ഡ്രസ്സിൽ താടി ഉണ്ടെങ്കിലും ചെയ്യാം. ഇതൊക്കെ ഞാൻ നോക്കാറുണ്ട്. ഇപ്പം വയനാട്ടിൽ പോയ സമയത്ത് ലാൽ യൂണിഫോം, ഞാൻ യൂണിഫോം ഇട്ടു എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ കുറെണ്ണം. അതെന്താ വെച്ചാൽ ഈ ചില ആളുകളുണ്ട്, ഇപ്പം ലാലിന് വേണ്ടി നമ്മളെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ശരിക്കും അങ്ങോട്ട് പൊട്ടി ചെയ്യുന്ന ചില സാധനങ്ങൾ കൂടെ നടക്കുന്നുണ്ട്. ഇവന്മാർ അവരുടെ ചില ഓൺലൈൻകാരെ വെച്ചിട്ട് അടുപ്പിക്കുന്നതാണ്. പ്രൈം മിനിസ്റ്റർക്ക് ലെറ്റർ എഴുതി, പ്രൈം മിനിസ്റ്റർ ഇത് കാത്തോട്ടിരിക്കല്ലേ, മേജർ യൂണിഫോം ഉണ്ട്. പിന്നെ ഇവർക്ക് അറിയില്ല ആർമി ആക്ട് സോൻസോയിൽ 3 അതിലൊരു കോളത്തിലുണ്ട്, വെൻ ക്യാൻ ആൻഡ് റിട്ടയർഡ് ഓഫീസർ വെയർ ദ യൂണിഫോം എന്നുള്ളത്. അതിനകത്ത് ഒരു ക്ലോസാണ് എയ്ഡ് ടു സിവിൽ അതോറിറ്റി. എയ്ഡ് ടു സിവിൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം, പ്രളയം, ഭൂകമ്പം ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പട്ടാളം അവിടെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവരുടെ കൂടെ യൂണിഫോം ഇട്ടുകൊണ്ട് പോയിട്ട് വർക്ക് ചെയ്യാം എന്നുള്ളത് ആ ക്ലോസിലുണ്ട്. ഇതറിയാത്ത ഈ അല്പന്മാരാണ് ഇതൊക്കെ പറയുന്നത്. പിന്നെ അന്ന് ഞാൻ ഇട്ടിരുന്ന യൂണിഫോം അല്ലായിരുന്നു അത്. ഇറ്റ്സ് എ വർക്കിംഗ് ട്രാക്ക്. ഈ യൂണിഫോമിനകത്തുണ്ട് ചിലത് വർക്കിംഗ് യൂണിഫോം എന്ന് പറയും. ആ യൂണിഫോമിനകത്ത് ബെൽറ്റോ ഇതൊന്നും കാണില്ല. നമ്മൾ ഒരു കംഫർട്ടബിൾ ആയിട്ടൊരു ഡ്രസ്സും, അതിനകത്തൊരു ടീഷർട്ട് മുകളിലും താഴത്തൊരു ക്യാംഫ്ലസ് ഡ്രസ്സും ഒരു തൊപ്പിയും. അത് യൂണിഫോം അല്ല. ഇതുപോലും അറിയാത്ത അല്പന്മാർ പട്ടാളത്തിലുണ്ടെന്ന് പറയുന്നത് തന്നെ നാണക്കെട്ടാണ്. അത് കൊടുത്തിരുന്ന ഒരു എയർഫോഴ്സുകാരൻ, ഒരു കോപ്പൽ, എവിടെ പെട്രോൾ അടിച്ചിട്ട് ഇപ്പോൾ ഏതൊരു എയർപോർട്ടിലുണ്ട് റിട്ടയറായിട്ട്, അവനാണെന്ന് കൊടുത്തിരിക്കുന്നത്. അതിന് നിങ്ങൾ കേട്ടോ എന്നെ പ്രൈം മിനിസ്റ്റർ വിളിച്ചു എന്നുള്ളത്? നിങ്ങളുടെ ന്യൂസുകൾ കേൾക്കുന്നത് ഓൺലൈൻ, മേജർ രവി അറസ്റ്റ് ചെയ്യും, പ്രൈം മിനിസ്റ്റർ വിളിച്ചിരിക്കുന്നു. അതെങ്ങനെ കാത്തിരിക്കില്ല, മോദിജിക്ക് വേറെ ഒരു പണിയില്ല. അപ്പോൾ ഇതുപോലുള്ളതൊക്കെയാണ് ഈ മലയാളിയുടെ നാരോ മൈൻഡഡ് എന്ന് പറയുന്ന ഒരു സംഭവം. അവിടെ നമ്മൾ റിയാക്ട് ചെയ്യരുത്.
വിട്ടുകൊടുക്കുക. അവനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നമ്മൾ നിൽക്കണ്ട. അപ്പോൾ ഇതിൽ ചില വ്യക്തിവൈരാഗ്യങ്ങളുണ്ടായിരിക്കും. ഇപ്പം എൻ്റെ ഫേസ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നില്ലല്ലോ. അപ്പം ഞാനത് ബോധമല്ല. ഇഫ് യു ഡോണ്ട് ലൈക്ക് മീ ഇറ്റ്സ് ഫൈൻ, ബട്ട് സ്റ്റിൽ ഐ വിൽ സ്മൈൽ അറ്റ് യു. ദാറ്റ്സ് വാട്ട് മൈ മദർ ടോൾഡ് മീ. ശത്രു ആണെങ്കിലും കണ്ടാൽ ചിരിച്ചേക്കെന്ന് പറയും. ഞാനിപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ട്. അവസാനമായിട്ട് ഒന്നും കൂടെ ചോദിച്ചോട്ടെ, ഇനി ഒരു ലൈഫ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സാറ് ഒരു സോൾജർ തന്നെയാണ്? ഒരു സംശയമില്ല. ഐ വിഷ് ഒരു സോൾജറായി നല്ലൊരു ഓപ്പറേഷൻ ചെയ്ത് വിക്രം ബത്രയെ പോലെ ഒരു 36 പേരെ കൊല്ലുക, അല്ലെങ്കിൽ മോഹിത് ശർമ്മയെ പോലെ ഒരു 12 പേരുടെ ഡെഡ് ബോഡീസ് 4 വശത്തും കിടത്തി മരിക്കുക. അങ്ങനെയൊക്കെ ഉള്ള മരിക്കണം എന്നുള്ളതല്ല, അങ്ങനെയൊക്കെയുള്ളൊരു ഓപ്പറേഷൻ കിട്ടിയിട്ട് അത് 4 പേര് അറിയുമ്പോൾ. അപ്പോൾ മോഹിതൻ്റെ കാര്യം നിങ്ങളാർക്കും അറിയില്ലായിരിക്കും. ആ മോഹിതനെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ജൂനിയറായിരുന്നു. അപ്പം ഫസ്റ്റ് പാരയിലുള്ള സമയത്ത് മോഹിത് എന്നെ കാണാൻ വന്നിട്ടുണ്ട്. കുരുക്ഷേത്ര ഷൂട്ടിംഗ് പോകുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ അവരുടെ ഗസ്റ്റ് ഹൗസ് താമസിക്കുന്നു. ഇപ്പം ജനറൽ വിനു, അദ്ദേഹമായിരുന്നു അന്ന് കണ്ണൂക്കാരൻ, അദ്ദേഹമായിരുന്നു അന്ന് CEO. അപ്പം മൂപ്പറാണ് പറഞ്ഞ്, സാർ വന്നിട്ട് ഞങ്ങളുടെ കൂടെ താമസിക്കാം ഫസ്റ്റ് പാരയിലാണ്. അപ്പം ഞാൻ പാരാട്രൂപ്സിനെ കമാൻഡ് ചെയ്തിട്ടുണ്ട്. അന്ന് രാത്രി മോഹിത് എന്നെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, സാറ് എൻ്റെ ടീമിലുള്ള കുറേ പാരക്കാരെ NSCയിൽ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെയുള്ള വലിയ സംഭവം ഇല്ല സാർ, സാറിനെ കുറിച്ച് ഒരു പ്രത്യേക ഇതുണ്ടായിരുന്നു. ഞങ്ങൾ 1 മണിക്കൂർ ഇത് സംസാരിച്ചു. അത് കഴിഞ്ഞ് പോയിട്ട് അത് നടക്കുന്ന മാർച്ച് ഏപ്രിലോ മറ്റേ ആയിരുന്നു. പിന്നത്തെ ഡിസംബർ ജനുവരിയിൽ മോഹിത് ഡൈറ്റ് കുപ്പവാടയിൽ. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തിയായിട്ട് മരിക്കുക എന്നുള്ളതൊക്കെ ഒരു പ്രൈഡല്ലേ അത്. ആൻഡ് ഹി ഹാഡ് ഗോൺ ടു പാകിസ്ഥാൻ ആൻഡ് ബഡി ഒരു മിലിറ്ററി ക്യാമ്പിൽ കയറിയിട്ട് അവിടെ താമസിച്ച് അവന്മാരെല്ലാം സോർട്ട് ഔട്ട് ചെയ്തിട്ട് പോന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്? ഞാൻ ഒരിക്കലും ഫാമിലിയായിട്ട് കോൺടാക്ട് ചെയ്തില്ല. കാരണം അവരുടെ അമ്മയും അതൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം മാത്രം എനിക്ക് ഇടപെടാൻ സാധിച്ചു. അദ്ദേഹത്തിന് അശോക് ചക്ര സാങ്ഷനായിരുന്നു, അലോട്ടഡായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യൂണിറ്റിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ മരിച്ച വേറൊരു കശ്മീരി സിപ്പായിയോ മറ്റുണ്ടായിരുന്നു, നായിക്ക്. അപ്പം അത് വന്നപ്പോൾ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ ആരോ ഒരു റിമാർക്ക് എഴുതി 2 അശോക് ചക്ര ഒരു ബറ്റാലിയൻ എന്നുള്ളത്. അവിടെ ഞാൻ എൻ്റെ ബാച്ച്മേറ്റ്സൊക്കെ ആയിട്ട് സംസാരിച്ച് ഞാൻ പറഞ്ഞു, ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ സാരില്ല. ആ രണ്ടും ഒരേ ഓപ്പറേഷനിലും 2 പേര് അതുപോലെ ചെയ്തതിന് 2 പേർക്ക് കൊടുക്കുന്നതിൽ എന്താ പ്രയാസം? ഇനിയിപ്പോൾ അവനത് കാത്തിരിക്കാൻ പറ്റും അടുത്ത വർഷത്തിന് വേണ്ടിയിട്ട്? ഒറ്റ പ്രാവശ്യം കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞാൽ ആ 2 പേർക്കും കിട്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒറ്റയടിക്ക് ഫസ്റ്റ് പാര ആയിരിക്കും 1 വർഷത്തിൽ 2 അശോക് ചക്ര കിട്ടിയിരിക്കുന്നു ഫസ്റ്റ് പാര കമാൻഡോസ്. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ മോഹിതിൻ്റെ പേര് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേൾക്കാത്ത കുറേ ഹീറോസിൻ്റെ പേര് ഞാൻ പലയിടത്തും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെയായിരുന്നു മേജർ ചാന്ദ് മൽഹോത്ര, ആ ചെവികൾ കണ്ടിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ള കഥ പറഞ്ഞിട്ടുള്ളത്. 10-37 ആൾക്കാരെ തലയും വെട്ടിയിട്ട് ചെവിയും കെട്ടിയതുകൊണ്ട് ബാക്ക് പാക്കിലിട്ട് വന്നിട്ടുള്ള ചാന്ദ് മൽഹോത്ര. അദ്ദേഹത്തിൻ്റെ ഭാര്യ ലക്ഷ്മിജി ശോഭ റിയൽറ്റേഴ്സിൻ്റെ കസിനാണ്, മലയാളിയാണ്, അവർ പഞ്ചാബി. ഇങ്ങനെയുള്ള കുറേ കഥകൾ ഞാനിതൊക്കെ നോക്കും. ഒറിജിനൽ ഹീറോസ് നിങ്ങൾ കേൾക്കുന്നവരൊന്നും എനിക്ക് ഹീറോസ് അല്ല. കാരണം എനിക്കറിയാൻ ഇവർ എങ്ങനെയാണ് ഹീറോ ആയിരിക്കുന്നത്. ചാന്ദ് മൽഹോത്രയെ കുറിച്ചിട്ട് ലോകം അറിയുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള ഇൻ്റർവ്യൂവിലാണ്. മോഹിതിനെ കുറിച്ച് ആളുകൾ കേൾക്കാൻ തുടങ്ങിയത് അതും കഴിഞ്ഞ് ദുരന്തരം കൂടെ കഴിഞ്ഞപ്പോഴാണ് രവി സാർ പറഞ്ഞിട്ടുള്ള ഇൻ്റർവ്യൂസൊക്കെ വരുന്നത് മോഹിതിനെ കുറിച്ച്. അപ്പം അങ്ങനെയുള്ള വ്യക്തികളെ ഞാൻ വിക്രം ബത്രയുടെ JCO പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. साहब जी मेरा हिम्मत नहीं था सर आगे चढ़ने के लिए, ये ऐसे ही स्टॉप में चढ़े जा रहा था सर, गोलियां लग रहा है, मैं जो गिर रहा है जैसे हिंदी फिल्मों में देखता ना सर, അങ്ങനെ പോയിരുന്നു. അന്ന് സുഖമില്ലായിരുന്നു, അവന് പനിയായിരുന്നു വിക്രമിന്. എന്നിട്ടും പോയിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്കും മുകളിലെത്തിയപ്പോഴത്തേക്കും ആൾ മരിച്ചു. പക്ഷെ 36 പാകിസ്ഥാനീസിനെ കൊന്നിട്ടാണ് ഇയാൾ കയറിപ്പോയിരിക്കുന്നത്. അങ്ങനെയുള്ളതൊക്കെ ഒരു പട്ടാളക്കാരനായി കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു മരണം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ എന്നെ പിള്ളേർക്ക് സാധിക്കുമായിരിക്കും. അതെൻ്റെ ഭാഗ്യം. ഇപ്പം ഞാൻ വിളിച്ചാൽ അങ്ങനെ പോകുന്നൊരു പോക്കുണ്ടല്ലോ, അത് ലോകം വിക്രമനെ ആൾക്കാർ മറക്കുമോ? എന്നെങ്കിലും ഇങ്ങനെ റെഫറൻസ് വരും. മോഹിതിനെ കുറിച്ച് ദുരന്തരം കൂടെ കഴിഞ്ഞപ്പം ദുരന്തരത്തെ ആക്ച്വൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതുപോലെ ഇവനവിടെ പോയി ചെയ്തിട്ടുള്ളതാണ്. അവരങ്ങ് പെർമനൻ്റ് ആയിട്ട് ഒരു ക്യാരക്ടറായിട്ട് എടുത്തിരിക്കുന്നത്. പക്ഷെ അവരൊക്കെ ഗട്ട്സ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വേറൊരു അന്യരാജ്യത്തിൽ റിയൽ ഫൈറ്റേഴ്സ് അവിടെ പോയി ഒരു മുസ്ലിമായി മാറി എങ്ങനെ പിടിച്ചാലും പിടിക്കപ്പെടാത്ത രീതിയിൽ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അജിത് ഡോവൽ സാർ, അദ്ദേഹം പാകിസ്ഥാനിൽ പിടിക്കപ്പെട്ടില്ല ഒരു പ്രാവശ്യം. അത് 7 കൊല്ലം 8 കൊല്ലം ബലൂചിസ്ഥാൻ ഏരിയയിൽ. 7ാമത്തെ കൊല്ലത്തിലാണ് ഒരു മുസ്ലിം പറയുന്നത്
കാൻ ക ഛേദ് ദടാ ബന്ദ് കർ ലേന. കാരണം കാത് കുത്തിയിട്ടുണ്ടായിരുന്നു. ഇയാൾ മുസ്ലിമായിട്ട് നടക്കുകയാണ്. ഈ മനുഷ്യനത് നോട്ട് ചെയ്ത് കാത് കുത്തിയിട്ടുണ്ടെന്നുള്ളത്. അജിത് സർ പക്ഷേ ഹി വാസ് എ ട്രൂ ലോയൽ ഗൈ ഫോർ അസ്. പിന്നെ അദ്ദേഹം അത് മാച്ച് ചെയ്ത് പിന്നെ പെട്ടെന്ന് മൂപ്പർ പോകുന്ന അവിടെ നിന്ന്. അങ്ങനെ എത്ര കഥകളുണ്ടോ. ഇങ്ങനെയുള്ള സോൾജേഴ്സിൻ്റെ കഥയൊക്കെ കേൾക്കുമ്പോൾ അടുത്ത ജന്മത്തിലും അതുപോലെ സോൾജറായിട്ട് ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നുള്ള തോന്നുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ദർ ആർ ലോട്ട് ഓഫ് അൺസങ് ഹീറോസ് ആൻഡ് വി വർഷിപ്പ് ദം. ഐ വർഷിപ്പ് ദം. അല്ലാതെ ഇവിടെ നിങ്ങൾ ഷോ ഓഫ് കാണിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം കഥ എന്താണെന്നുള്ളത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ കേൾക്കാത്ത കഥകൾ ഞാൻ എടുത്തുകൊണ്ട് വരാം. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ സാറിൻ്റെ അടുത്ത് വന്നപ്പോഴൊക്കെ വേറെ വേറെ ചാനലിലുള്ളപ്പോഴാണ് വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ ആരെങ്കിലും ആങ്കേഴ്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് സാറിൻ്റെ ഒപ്പം ഒന്നിരുന്ന് സംസാരിക്കാൻ പറ്റണം എന്നുള്ളത് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് അത് സാധിച്ചത്. ഒരുപാട് സന്തോഷം. കുറച്ച് സമയമാണെങ്കിലും സംസാരിക്കാൻ പറ്റിയതിൽ. താങ്ക് യു സോ മച്ച്. കുറച്ച് സമയമല്ല. ഓക്കെ ചിത്ര, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഓക്കെ.